പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയന ഇങ്ങനെ ചിന്തിക്കുവാണേ, അവിയാണെങ്കിൽ ചന്തുമോളടുത്ത് കാണിക്കുന്ന ക്രൂരത കൂടിക്കൂടി വരുന്നുണ്ടല്ലോ. ഇനി എങ്ങാനും അവൻ ചന്തുമോളടുത്ത് ക്രൂരത കാണിക്കുവാണെങ്കിൽ അവനെ ഞാൻ വെച്ചേക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയന ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ നയനയും ചന്തുമോളും ഇരിക്കുന്ന സമയത്ത് കുഞ്ഞുവാവയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നയന പറയും, മോളെ കുഞ്ഞുവാവയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ, മോളൊന്ന് പോയി നോക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ വലിയമ്മ എന്നെ വഴക്ക് പറയത്തില്ലേ അമ്മേ, അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പം നമ്മളെ നയന പറയുന്നുണ്ട്, ഇല്ല മോളെ വല്യമ്മ വഴക്കൊന്നും പറയത്തില്ല, വല്യമ്മ കുളിക്കുമായിരിക്കും, അതായിരിക്കും കുഞ്ഞ് കരയുന്നത്, മോളൊന്ന് പോയി നോക്കിയിട്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ നയന പറയുന്നുണ്ട്, മോള് റൂമിൻ്റെ അകത്ത് കയറണ്ട, മോള് പുറത്ത് നിന്നൊന്ന് നോക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറയുമ്പം നമ്മളെ നയനയുടെ വാക്കനുസരിച്ചിട്ട് നമ്മൾ ചന്തുമോൾ പോയി നോക്കുന്നുണ്ട് കേട്ടോ. നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ കുഞ്ഞാണെങ്കിൽ കട്ടിലിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. തറയിൽ വീഴാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞിങ്ങനെ കിടക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മളെ ചന്തുമോളാണെങ്കിൽ ആകെ പേടിച്ച് ഞെട്ടി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ആണെങ്കിൽ നമ്മളെ ചന്തുമോൾ എന്തോ ചെയ്യും, പോയി കുഞ്ഞിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊച്ചിനെ അങ്ങോട്ട് നീക്കി കട്ടിലിൽ കിടത്തും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ അബി വരുന്നുണ്ട്. അബിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ചന്തുമോൾ കുഞ്ഞിനെ തറയിലിടാനുള്ള ഒരു ശ്രമമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അബി വന്നിട്ട് നമ്മളെ ചന്തുമോളെ അടിയൊക്കെ കൊടുത്തിട്ട് ചന്തുമോളെ ആണെങ്കിൽ വലിച്ച് റൂമിൻ്റെ പുറത്തൊക്കെ വലിച്ചഴിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മളെ ചന്തുമോളെ കരച്ചിൽ കേട്ടിട്ടാണെങ്കിൽ നയന ഓടി വരുന്നുണ്ട് കേട്ടോ. വന്നുമ്പം കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ അബിയാണെങ്കിൽ കുഞ്ഞിനെ വലിച്ച് റൂമിൻ്റെ പുറത്ത് കൊണ്ട് അഴിച്ചിടുന്നതാണ്. അപ്പം നയന ചോദിക്കും, നീ എന്തുവാടാ കുഞ്ഞിനെ കാണിക്കുന്നത്, നീ എന്തുവാടാ കൊച്ചിനെ നീ എന്താ വലിച്ച് പുറത്തിടുവാണോ ചെയ്യുന്നത്, നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നയന കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് അബിയെ കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ വരുന്ന സമയത്ത് ഇതെനക്ക് ഈ കൊച്ചാണെങ്കിൽ കുഞ്ഞിനെ കട്ടിലിൽ നിന്ന് വലിച്ചിടാൻ വേണ്ടിയൊക്കെ നോക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ നയന പറയുന്നുണ്ട്, അപ്പോൾ ഇത്രയും നേരം കൊച്ച് കിടന്ന് കരയുമായിരുന്നല്ലോ, കുഞ്ഞിൻ്റെ കരച്ചിൽ നീ കേട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അബി എടുത്തിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുക. നമ്മളെ നവ്യ പറയുന്നുണ്ട്, കുഞ്ഞ് ചിലപ്പം കട്ടിലിൽ നിന്ന് വീഴാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ചന്തുമോള് നീക്കി കിടത്തിയതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ചന്തുമോള് പറയും, ആണമ്മേ കുഞ്ഞ് വീഴാൻ പോയപ്പോഴത്തേക്ക് ഞാൻ നീക്കി കിടത്തിയതാന്ന് പറയും. അപ്പോൾ നമ്മൾ നയന പറയുന്നുണ്ട്, എങ്ങനെ ചേച്ചി നിന്നെ ഏൽപ്പിച്ചിട്ട് ചേച്ചി കുളിക്കാൻ പോയതായിരിക്കും കുഞ്ഞിനെ, പക്ഷേ നീയാണെങ്കിൽ കണ്ടവന്മാരുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്ന് പറയുമ്പം അതാണല്ലോ നിൻ്റെ സ്വഭാവം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അബി പറയും, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, നിങ്ങളെ ഭർത്താവിനെ പോയി പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുക. നിങ്ങളെ ഭർത്താവിനെ പഠിപ്പിച്ചാൽ മതി, ആ പഠിപ്പിക്കാത്തത് കൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഈ കൊച്ചു ഇവിടെ വന്നിന്ന് സംസാരിക്കുന്നതും ഇത് ഞങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതും ആ ഒരു അവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നയന പറയുന്നുണ്ട്, എടാ അബി നീ കൂടുതൽ സംസാരിക്കേണ്ട, പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, നീ അത് മറ്റുള്ളവരെ അടുത്ത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതെ നീ ഇരുന്നാൽ നിനക്ക് തന്നെ നല്ലതാണെന്ന് പറയും കേട്ടോ. നമ്മളെ നയന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇവനിക്ക് നല്ല തക്കതായ മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവൻ ശരിയാവത്തില്ലല്ലോ, ഇവൻ അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മളെങ്കിലും ഇത് അറിഞ്ഞത് ഇവൻ അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, എടാ അബി നിന്നെ അടുത്ത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അപ്പോൾ നിന്നെ തനിച്ചൊന്ന് ഞങ്ങൾക്ക് കാണണമെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശേട്ടനും നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നീ വന്നോണം, അഥവാ നീ വന്നില്ല എങ്കിൽ നിന്നെ പിന്നെ ചന്തുമോളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പുറംലോകം അറിയുകയും ചെയ്യും, നീ എന്നേക്കുമായി ഈ തറവാട്ടിൽ നിന്ന് നീ പോവുകയും ചെയ്യുമെന്ന് ചോദിക്കും. നിങ്ങളെന്താ ഇല്ലാ കഥകൾ ഉണ്ടാകുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നയന പറയും, ഞാനും ആദർശേട്ടന് നിന്നെ വിളിക്കുന്ന സ്ഥലത്ത് നീ അങ്ങ് വന്നാൽ മതി, അല്ലെങ്കിലാണ് പിന്നെ നിൻ്റെ കാര്യത്തിനൊരു തീരുമാനമാവുമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശം നയനയാണെങ്കിൽ ഒരു ബീച്ചിൻ്റെ സൈഡിൽ പോയി നിന്നിട്ട് അബിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അബി അവിടെ വരുന്നുണ്ട്. അബിക്കാണെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ട്, നയന ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് അബിയുടെ ഉള്ളിൽ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് അബി അങ്ങോട്ട് ബീച്ചിലോട്ട് വരുന്നത്. അങ്ങനെ അബി ബീച്ചിലോട്ട് വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, ഓ ഞങ്ങൾ വിളിച്ചാൽ വരാനൊക്കെ നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയൂ, നിങ്ങൾ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തൊലയ്ക്കാൻ പറയും. അപ്പോഴത്തേക്ക് അവർ ചോദിക്കും, ഓ നിനക്ക് ഇങ്ങനെയുള്ള ഭാഷയൊക്കെ സംസാരിക്കാൻ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, നീ ഇങ്ങനെയുള്ള ഭാഷകളൊന്നും പ്രയോഗിക്കേണ്ട, നീ ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ പ്രയോഗിച്ചാൽ പിന്നെ നീ ഈ രീതിയിലായിരിക്കത്തില്ല പോകുന്നത്, പിന്നെ നിനക്ക് അനന്തപുരിയിലും ഒരു സ്ഥാനം ഉണ്ടായിരിക്കത്തില്ല എന്ന് പറയും. അപ്പോൾ അബി ചോദിക്കുന്നിടത്ത്, നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ മേളിൽ വന്ന കുറ്റം എന്തോ എൻ്റെ മേലോട്ട് ഇടാൻ വേണ്ടിയാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നയന പറയുന്നുണ്ട്, നീ കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട, നീ കൂടുതൽ വിളച്ചിലെടുത്തത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത്, ഇത്രയും നാളെ ഞങ്ങൾ നവ്യേച്ചിയുടെ ജീവിതത്തിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ക്ഷമിച്ച് പോയത്, നീ എന്താണ് നീ പറഞ്ഞത് ചന്തുമോളെ എണ്ണം കെട്ടവളെന്നോ, ആ എണ്ണം കെട്ട ആ കൊച്ചിൻ്റെ അച്ഛൻ ആരാടാ, നീയല്ലേടാ ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ, ഇനി നിൻ്റെ വിളച്ചിലൊന്നും ഞങ്ങൾക്ക് നടക്കത്തില്ലടാ, കാര്യം വെച്ചാൽ നീയാണ് ചന്തുമോൾ
ചന്തുമോളുടെ യഥാർത്ഥ അച്ഛനെന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞ കാര്യമാണ്. DNA ടെസ്റ്റ് വഴി ഞങ്ങൾ നീയാണ് ചന്തുമോളുടെ അച്ഛനെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി നിൻ്റെ വിളച്ചിലും കാര്യങ്ങളൊന്നും ഇനി ഞങ്ങളുടെ അടുത്ത് അങ്ങോട്ട് നടക്കത്തില്ലടാ എന്ന് പറയും. അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ച് ഞങ്ങൾ എന്താണ് പറയുന്നത് ആ കാര്യങ്ങളും ചെയ്തിട്ട് നീ പോയാൽ നിനക്ക് തന്നെ നല്ലത്. അതല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറയുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടപ്പോഴാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ ഒരു ഷോക്കായിട്ട് നമ്മൾ അഭി നിൽക്കുവാണ്. അഭി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ആദർശേട്ടനെ വെളുപ്പിക്കാൻ വേണ്ടി എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുകയാണെന്ന് ചോദിക്കുമ്പം നമ്മൾ നയന പറയുന്നുണ്ട്, നീ കൂടുതൽ അങ്ങ് അഭിനയിച്ചതൊക്കെ മതി, നീ ഇനി അഭിനയിച്ചതൊക്കെ അങ്ങ് നിർത്ത്. നിൻ്റെ DNA ടെസ്റ്റ് നടത്തിയ റിസൾട്ട് നിനക്ക് കാണണോ? ആ റിസൾട്ട് എല്ലാം ഞങ്ങളെ കയ്യിലുണ്ട്, ഞങ്ങളത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നീ നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിൻ്റെ കയ്യിലത് കിട്ടത്തതുമില്ല. ഞങ്ങളത് അത്രയ്ക്കും ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. കാര്യം വെച്ചാലും പിന്നെ നീ അത് നശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളത് പലവരുടെ കയ്യിലായിട്ട് അതിൻ്റെ കോപ്പികൾ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അത് നശിപ്പിച്ച് കളയാന്നുള്ളൊരു വ്യാമോഹം നിനക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നയന പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നീ ജീവിക്കും. തിരിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വന്നാൽ ഇതായിരിക്കില്ല. അതുകൊണ്ട് നീ ആ ബോധ്യം നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് അനന്തപുരിയിൽ ജീവിക്കാം. അല്ലെങ്കിൽ നീ അനന്തപുരിയിൽ നിന്നും പുറത്ത് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശൻ നയനയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കണുകൾ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.